ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർലോ ടി വിയുടെ നല്ല മാതൃക എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ നല്ല മാതൃകയിലുള്ളത് ശ്രീ ജോയ്സ് മുക്കുടം സാറാണ്. കോതമംഗലം രൂപതാംഗമാണ്. പ്രോ ലൈഫിൻ്റെ സജീവ പ്രവർത്തകനാണ്. കോതമംഗലം രൂപതയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രോ ലൈഫ് പ്രവർത്തനങ്ങളുമായി, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നല്ല ആത്മായ വ്യക്തിത്വം. ശ്രീ ജോയ്സ് മുക്കുടത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാറേ. ഈ നല്ല മാതൃക എന്ന പരിപാടിയിലേക്ക് സാറിൻ്റെ മുഖം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ സാറ് ചെയ്യുന്ന വളരെ വിശാലമായ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പ്രവർത്തനം സാറ് എങ്ങനെയാണ് ഈ ഒരു തലത്തിലേക്ക് വന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാറ് ഒരു കലാലയത്തിലെ, കോളേജിലെ ജീവനക്കാരനായിരുന്നു. അതിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് സഭയോട് ചേർന്നുള്ള വളർച്ച, അത് എവിടെയാണ് അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നത്? തുടക്കമെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരു 13 വയസ്സുള്ളപ്പോൾ മുക്കുടം പള്ളിയിൽ അൾത്താരബാലനായിരുന്നു. ഇപ്പോഴത്തെ ഇടുക്കി രൂപതയിൽ. ഇടുക്കി രൂപത അൾത്താരബാലനായിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്തു. അന്ന് നമ്മൾ ഈ മിഷൻ ലീഗ്, അന്നത്തെ ഭക്ത സംഘടനകളുണ്ട്. മിഷൻ ലീഗ് അന്ന് KCYM, CYO യൂത്തിൻ്റെ, അങ്ങനെ ആ തലങ്ങളിലെല്ലാം പ്രവർത്തിച്ച് കാറ്റഗിസം രംഗത്ത് അന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കൊച്ചാരംഭം തന്നെ അന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സഭയോട് ചേർന്ന് നിന്നാണ് എൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അതെ, അപ്പോൾ അങ്ങനെ വന്നു. പിന്നീട് നമ്മൾ കരിസ്മാറ്റിക് നവീകരണമൊക്കെ വന്നപ്പോൾ ജീസസ് യൂത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. പിന്നീട് നമ്മൾ ക്രിസ്റ്റീൻ, ജീസസ് യൂത്തിൻ്റെ ഒരു വിങ്ങായിട്ട് ക്രിസ്റ്റീൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥിരതയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആവേശമായിരുന്നില്ല. എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു ആവേശം അങ്ങോട്ട് വരുന്നു, കെട്ടടങ്ങി പോകും. ഇത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആവേശം അങ്ങനെ കെട്ടടങ്ങിയിട്ടില്ല ഇന്ന വരെ. ഇപ്പം എനിക്ക് 68 വയസ്സുണ്ട്. ഇന്ന് ഞാൻ ജ്വലിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആവേശം തമ്പുരാന് കൊടുക്കാനുള്ള ആ ഒരു ആവേശത്തിൽ. ഇപ്പോൾ സാറിൻ്റെ പ്രവർത്തനങ്ങൾ വൈഡ് റേഞ്ച് ഓഫ് മിനിസ്ട്രീസ് ഉണ്ട്, അറിയാം. ഇപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രവർത്തനങ്ങൾ? മാജിക്കിൻ്റെ ഒരു മേഖലയുണ്ട്. അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് ഈ മാജിക്കും സുവിശേഷ പ്രവർത്തനവും കൂടി ഒന്ന് ബന്ധിപ്പിക്കാനായിട്ട് ഇട വന്നത്? നമ്മൾ ഈ മീഡിയയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും പഠനങ്ങളും വന്നപ്പോഴാണ് ഒരു ചിത്രത്തിന് 1000 വാക്കുകളേക്കാൾ ശക്തി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ്വൽസ് നമുക്ക് കൂടിയത്. കാരണം ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ലോകത്ത് മനസ്സുടക്കി കിടക്കുന്ന കുട്ടികളും യുവജനങ്ങളും എന്ന് വേണ്ട എല്ലാവരും ഏകദേശം ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വശ്യതയുള്ള ദൃശ്യ മാധ്യമങ്ങൾ എന്തെന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ചപ്പോഴാണ് ഈ മാജിക് എന്ന് പറയുന്നത് അതൊരു ടൂളായിട്ട് ഒരു വിസ്മയ കലയാണല്ലോ. അതായത് ചുരുക്കി പറഞ്ഞാൽ വിരൽത്തുമ്പിൽ ആശയവിനിമയം ജനിപ്പിക്കുന്നു പറഞ്ഞോട്ടെ. അപ്പോൾ ഏവരെയും ആകർഷിക്കുന്ന ഒരു കലാരൂപമാണ്. സാറ് നമുക്ക് ഈ സാറിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ സഭയോട് ചേർന്നാണ് എന്നും. ഏതെല്ലാം വലിയ സ്റ്റേജുകൾ വന്നാലും, എത്ര വലിയ ആദരങ്ങൾ വന്നാലും സഭയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോഴും നമുക്ക് സാധിക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം വലുതാണ്? അതിൻ്റെ തുടക്കം പറഞ്ഞാൽ, ഞാൻ ഈ 13 വയസ്സുള്ളപ്പോൾ ഓൾട്ടർ പോയി ആയിരുന്നു പറയില്ലേ, അന്ന് ഞാനാണ് എൻ്റെ ഇടവപ്പള്ളിയിലേക്കുള്ള ഓസ്തി അടിച്ചുകൊണ്ടിരുന്നത്. ഓസ്തി അടിക്കുന്നത് അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട അന്ന് ഓസ്തി അടിക്കുന്ന അന്നത്തെ കാലം. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, അന്നേ എനിക്ക് അധ്വാനിക്കാനുള്ള ഒരു പ്രേരണ ഓസ്തി അടിക്കുന്ന വീട്ടുകാരെ സഹായിച്ചിരുന്നു. അപ്പോഴും ഞാൻ ഓർക്കുന്ന ആ ഓസ്തി അടിച്ച ആ ഓസ്തിയിൽ, ആ ഗോതമ്പപ്പത്തിൽ ഈശോ എഴുന്നള്ളി വരുമ്പോൾ ഇതുണ്ടാക്കിയ ആളെ മറക്കില്ല. ആ ഒരു വിശ്വാസം ഇന്നും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേക ഒരു അക്കാഡമിയിൽ പോയി മാജിക് പഠിച്ചിട്ടില്ല. പരിശുദ്ധ കുർബാന പ്രത്യേകിച്ച് ഓരോ ഞായറാഴ്ചയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ പുതിയ മാജിക്ക് ഉണ്ടാക്കേണ്ട വിധം പറയേണ്ട വചനം എല്ലാം നമുക്കൊരു സ്ക്രീനിൽ എന്ന പോലെ മനസ്സിൽ കിട്ടും. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും, കിട്ടും. അതിനുശേഷം ഞാനിവിടെ ഡയറിയുണ്ട്. ഡയറിയിൽ വന്നാൽ ആദ്യം അത് ഡയറിയിൽ എഴുതി വയ്ക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ്, സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത്, ചിലപ്പോൾ കാർഡ്ബോർഡ് എന്തുവാട്ടെ, അങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് കൈകൊണ്ട് കൂടുതലും രൂപപ്പെടുത്തുക. അത് ആ രൂപപ്പെടുത്തുന്ന സമയവും സഭയെക്കുറിച്ചുള്ള ചിന്തകളും വചനവും
ആ ഒരു ചിന്തയിലാണ് എൻ്റെ ഈ മാജിക് എന്ന് പറഞ്ഞ ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് കയറിയാൽ എൻ്റെ ചിന്തകൾ മുഴുവൻ അതാണ്. അല്ലാതെ ഒരു സിനിമാ പാട്ട് പാടി ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. സാറിൻ്റെ വീട് കണ്ടാൽ തന്നെ അറിയാം, ഇത് വളരെ വർണ്ണാഭമാണ്. നമുക്കൊരു ദീപങ്ങളും അലങ്കാരങ്ങളും ചെടികളും ഇതൊക്കെ എങ്ങനെ ഇതിനുള്ള സമയം എങ്ങനെ കണ്ടെത്തും? സമയം എല്ലാത്തിനും നമ്മൾ 24 മണിക്കൂർ എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗമാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം നമ്മൾ എത്ര സ്ട്രെസ്സ്, സ്ട്രെയിന്, പ്രോഗ്രാമിനൊക്കെ പോയിട്ട് എത്ര ബുദ്ധിമുട്ടി വന്നാലും, ഞാനെന്നല്ല വേറെ ആര് വന്നാലും വീട്ടിലോ അല്ലെ പരിസരത്തോ വരുമ്പോൾ മനസ്സിനൊരു കുളിർമ കിട്ടണം. പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവമുണ്ട്. ഒരു കിലോ ഗ്യാസ് ചെക്ക് ചെയ്യാൻ വന്ന ഒരു മനുഷ്യൻ, അടിമാലിക്കാരനാണ്, 28 വയസ്സുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ടെൻഷനായിട്ടാണ് വന്നത്. ആ ഗ്യാസ് അടുക്കളയിൽ പോയി ചെക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ പുള്ളി പറയാം, എനിക്ക് വലിയ ആശ്വാസമായി. അപ്പം നമുക്ക് ചെയ്യാവുന്ന കൗൺസിലിംഗ് ഒന്നും കൊടുത്തില്ല പോലും അന്നേരം പെട്ടെന്നേ. എന്ന് പറഞ്ഞാൽ വീട് വൃത്തിയായിരിക്കണം, ഇത് ദൈവം വസിക്കുന്ന ഭവനമാണ്. ആ ബോധ്യം തമ്പുരാൻ ഇവിടെ ഉണ്ട്, ക്രിസ്തുവിൻ്റെ ഭവനമാണ്. ആ ബോധ്യം. അതുപോലെ തന്നെ സഭയെക്കുറിച്ച് അച്ഛൻ ചോദിച്ച പോലെ തന്നെ സഭയിലൂടെ അല്ലാതെ രക്ഷയില്ല. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ വളർത്തിയ സഭയാണ്, എൻ്റെ രൂപതയാണ്. അത് കോതമംഗലം രൂപത. ഞാൻ ഇടുക്കി രൂപതക്കാരനാണ്, പിന്നീട് ആണല്ലോ ഇടുക്കി രൂപത തിരിഞ്ഞ്. അപ്പോൾ കോതമംഗലം രൂപതയിലെ പിതാക്കന്മാർ അഭയന്തപുരം കോട്ടിൽ പിതാവ് തൊട്ടുള്ള അനുഭവങ്ങളാണ് പരിചയമുള്ളൂ. അതുപോലെ മണത്തിക്കണ്ണത്തിൽ പിതാവും ജർണാളച്ചന്മാരും അങ്ങനെ പലരുടെ പൈസച്ചിൻ്റെ ഒക്കെ പുറകിൽ ബൈക്കിലിരുന്ന് മിഷൻ ലീഗിൻ്റെ ക്യാമ്പുകൾക്ക് പോയതും ഹൈറേഞ്ചിലൂടെ അങ്ങനെ ഓരോരുത്തരും മക്കളുള്ളച്ഛൻ്റെ കാലത്ത് ഇതെല്ലാം ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ ഞാനിന്ന് ആയിരിക്കുന്നത് സഭയാണ്, എനിക്കെന്താ പറയണം. അപ്പോൾ ഞാൻ ഈ സഭയോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കാം ഞാൻ അത്ഭുതം ഓർക്കുകയാണ്. എൻ്റെ കൊച്ചു പ്രവർത്തനങ്ങൾ സ്വർഗം കണ്ടതുകൊണ്ട് പ്രോലൈഫ് സമിതിയുടെ ജനറൽ കമ്മീഷൻ്റെ ഗ്ലോബൽ സെക്രട്ടറി ആയിട്ട് പിതാക്കന്മാർ, മടത്തിക്കണ്ണ പിതാവ് ചെയർമാനാണ്. അപ്പോൾ ആ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ പോലെ അടിച്ചു വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറയായിരുന്നു. നമ്മുടെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന് സഭ അതെ, ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചാൽ, ഞാൻ ഒരിക്കലും എന്തെങ്കിലും ആകാൻ വേണ്ടി അല്ലെങ്കിൽ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹമില്ല. നമ്മളൊരു അവാർഡ് കിട്ടിയ ആ ദിവസം ആ മൊമെൻറ്റിൽ എന്നെ തീർന്നു. പക്ഷേ നമ്മളിപ്പോൾ ഒരു അവാർഡ് അല്ല എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് പ്രയോജനമാണ്, അതൊരു ബലമാണ്. പിന്നെ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. ഈ അവാർഡ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ പുറകോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടിയത് അങ്ങനെ വിദേശത്ത് പോയിട്ടുണ്ട്, ഇന്ത്യയിൽ അല്ലെ വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാണ്, സഭയോട് ചേർന്ന്. സ്നേഹമുള്ളവർ, ഇത് ഈ നമ്മുടെ ജോയ് സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമ്മുടെ ശുശ്രൂഷകളും നമുക്ക് കിട്ടുന്ന പേരോ പ്രശസ്തിയോ അംഗീകാരങ്ങളോ അവാർഡുകളോ എല്ലാം എനിക്ക് എൻ്റെ സഭ തന്നാണ്, എൻ്റെ രൂപത തന്നാണെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ അഭിമാനമാണ്. അതുപോലെ ഒരു അൽമായ സഹോദരൻ തൻ്റെ ശുശ്രൂഷ മേഖലകളെയൊക്കെ വൈൻഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അതിനെല്ലാം കൂടെ സമപ്പ് ചെയ്ത് സഭയാണ് എല്ലാം എന്ന് പറയുന്നത് വലിയ അഭിമാനമുള്ള കാര്യമാണ്. സാറേ, അതുപോലെ തന്നെ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഇതിനുള്ള ഈ മാജിക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു മുറി മുഴുവൻ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ പ്രോഗ്രാമായിരുന്നു പറഞ്ഞു, അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ഒരു റിപ്പയറിങ് നടക്കുകയൊക്കെ ചെയ്യണം. ഇതൊക്കെ എങ്ങനെയാണ്? എല്ലാം ഇലക്ട്രോണിക് വർക്കുകൾ, അതിൻ്റെ അലങ്കാരങ്ങൾ, ഇതെല്ലാം തന്നെയാണോ? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? എല്ലാം തന്നെയാണ്. പിന്നെ ഈ വീട് പ്ലാൻ വരച്ചത് ഞാൻ തന്നെയാണ്. പ്ലാൻ വരച്ചപ്പോൾ ഒന്നാമത്തെ മുറി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള എക്യുപ്മെൻറ്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഡോറ് കൊടുത്തിരിക്കുന്ന ഈ ഡോറ്. അപ്പോൾ ആ മുറി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥനയുടെ മുറി പോലെ. അപ്പോൾ മണിക്കൂറുകളിരുന്ന് ഓരോന്നുണ്ടാക്കണം, സെറ്റ് ചെയ്യണം. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ചിലത് പണം കൊടുത്ത് വാങ്ങേണ്ടി വരും, നഷ്ടപ്പെട്ടു പോകുന്നതുണ്ട്. വീണ്ടും നമ്മൾ പലതും മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മാത്രമേ അടുത്ത ഒരു പരിപാടി ചെയ്യാനായിട്ട്. മിനിമം 4 മണിക്കൂർ വെച്ച് ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യണം. പെട്ടെന്ന് ഒരു പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം നമുക്ക് കയറാൻ പറ്റില്ല. 35ഓളം ബാഗ്, ബോക്സ് സാധനങ്ങളുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ ഒരു പ്രോഗ്രാമിന്. അത് തലച്ചുമടായിട്ട് ചിലപ്പോൾ 4ാം നില വരെ ഈ 68 വയസ്സുകാരന് ഞാൻ ചുമക്കാറുണ്ട്. വണ്ടിക്കാരന് സാറിന് കൂടും, കാഴ്ചക്കാർ കൂടും, ടെസ്റ്റ് വേറെ സംഘാടകർ ആരും ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ ഇത് ചുവന്ന് 18 ഡെസ്ക് വേണം സ്റ്റേജിൽ. ഇത് നിറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കുകയാണ്.
അപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുവന്നു എന്നും ചോദിച്ചാൽ അച്ഛന്മാരും കൈക്കാരന്മാരും പണ്ടായം വെച്ച സ്ഥലം പോലും ഉണ്ട്. കാരണം ഇതൊരു കാറിൽ കയറില്ലെന്ന് ഇത് കാറിൽ കൊണ്ടുവന്നല്ല എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം സാധനങ്ങളാണ്. നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനം, അതുപോലെ തന്നെ പ്രോ ലൈഫ് അല്ലേ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സുവിശേഷ പ്രവർത്തനം. ഈശോയുടെ സുവിശേഷം പറയും, സുവിശേഷം ചേർന്ന് നിൽക്കുന്ന, അതിനോട് ചേർന്നിരിക്കുന്ന. അപ്പോൾ ഈശോ പറയും ഞാൻ വന്നിരിക്കും ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകും. അതിനെ തകർത്ത് കളയുന്ന കാര്യങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കും. യെസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ ചെന്നാലും, ഇപ്പം ഞാൻ എക്സൈസുകാർക്കും യൂണിവേഴ്സിറ്റിക്കോ ക്ലാസ്സിൽ പോയിട്ടുണ്ട്, കുറേ അറിവുകൾ കൊടുത്തുകൊണ്ട് ആരും ലഹരി മാറിയിട്ടില്ല. അതേസമയത്ത് നമ്മൾ വചനവും സ്നേഹവും കൊടുക്കേണ്ടതുപോലെ ചിലയിടത്ത് ഡയറക്റ്റ്, ചിലയിടത്ത് ഇൻഡയറക്റ്റ്, അതുപോലെ കൊടുക്കുമ്പോഴാണ് മനുഷ്യ മനസ്സിനെ അത് സ്പർശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവനെ നശിപ്പിക്കുന്ന സാമൂഹിക ആത്മഹത്യ, കാരുണ്യവധം, മദ്യം, മയക്കുമരുന്ന്, ഇപ്പോഴത്തെ രാസലഹരികൾ, പാൻ മസാല, ഈ ലഹരി സാധനം എല്ലാം ജീവനെ നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ജീവനാണ് ഏറ്റവും വലുത്. ജീവന് അത് കണക്ക് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ചെറിയ ശുശ്രൂഷകനായിട്ട്, അതെ, ഒരു പ്രോ ലൈഫറായിട്ട്, ഞാൻ പ്രോ ലൈഫിൻ്റെ പ്രസിഡൻറ്റും KCVCയുടെ പ്രോ ലൈഫ് സമിതിയുടെ ചാർജും ഒക്കെ ഉണ്ട്. എന്ത് ചാർജ് ഉണ്ടെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുകയാണ്, ഞാൻ മരിക്കുന്നത് സ്റ്റേജിലായിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രമാത്രം കഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടത് കിട്ടണമെങ്കിൽ കഷ്ടപ്പാട് സഹിക്കണം എന്നുള്ളതാണ് എൻ്റെ മുദ്രാവാക്യം. ശരിയല്ലേ? നമുക്ക് ജോയ് സാറിൻ്റെ ഈ ഒരു സംസാരം ധാരാളം പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി ശുശ്രൂഷ ഇനിയും ചെയ്യാൻ പറ്റട്ടെ, ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ നല്ല മാതൃകയിലെ ഇന്നത്തെ അതിഥി സഭയ്ക്ക് വേണ്ടി ധീരമായി നിലപാടുകളെടുക്കുന്ന, സഭയാണ് എന്നെ വളർത്തിയതെന്ന് എവിടെയും പറയാൻ ധൈര്യമുള്ള, ഊർജ്ജസ്വലനായി സുവിശേഷത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ജോയ്സ് മുക്കുടം സാറായിരുന്നു. സാറിൻ്റെ ശുശ്രൂഷകൾക്ക് തുടർന്നും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ജീവൻ്റെ പ്രഘോഷകനായി, സുവിശേഷത്തിൻ്റെ വക്താവായി തുടർന്നും സജീവ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല മാതൃക നമുക്കും അനുകരിക്കാനിടയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോയ് സാറെ, നന്ദി.